കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലും ഹമാസും ചരിത്രപരമായ ഒരു കാര്യത്തിന് സമ്മതിച്ചിട്ടുണ്ട്. വെടിനിർത്തലിനും ബന്ദികളെയും തടവുകാരെയും പരസ്പരം കൈമാറാമെന്നും ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാം എന്നും പരസ്പരം സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കരാർ അല്ലെങ്കിൽ ഉടമ്പടി ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. കാരണം 2023 ഒക്ടോബർ 7 തീയതി ഹമാസ് ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തി. അതിനു പകരം ഗാസയിൽ ഇസ്രായേൽ അധിനിവേശം ചെയ്തു. ബൈബിൾ പ്രവചനങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ കരാർ അല്ലെങ്കിൽ ഉടമ്പടി ചിലപ്പോൾ ദാനിയേൽ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടി അത്തിവൃക്ഷത്തെ നോക്കിയാൽ മതി എന്ന് യേശു തന്നെ നമ്മോട് പറഞ്ഞു. ബൈബിളിൽ ഈ അത്തിമരം ഇസ്രായേലിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൽ എന്ത് പ്രധാന കാര്യങ്ങൾ സംഭവിച്ചാലും നാം സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ കാര്യം ഒന്ന് നോക്കിക്കേ. ഈ കരാറിൽ ഇസ്രായേലും ഹമാസും മാത്രമല്ല ഉള്ളത്, ഒരുപാട് രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കയാണ്. ഈജിപ്തും ഖത്തറും പ്രധാന മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. പ്രാദേശിക നിയമസാധുത സൗദി അറേബ്യ, തുർക്കി, യോർദാൻ എന്നിവർ നൽകുന്നുണ്ട്. പുനർനിർമ്മാണത്തിനു വേണ്ടിയുള്ള ധനസഹായം യൂറോപ്യൻ യൂണിയൻ കൊടുക്കുന്നു. ദാനിയേൽ പ്രവചനത്തിന്റെ ആദ്യ പകുതിയിൽ ഇതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ആഗോള ശക്തിയുള്ള ഒരു നേതാവ് ഒരാഴ്ചത്തേക്ക് പലരുമായിട്ടും ഒരു ഉടമ്പടി ചെയ്യുമെന്നും അതിന്റെ പകുതിയാകുമ്പോഴേക്കും അവൻ യാഗങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്നും ബൈബിൾ പറയുന്നു. ഇസ്രായേലും മറ്റ് പല രാജ്യങ്ങളും ഒരുമിച്ച് ഈ കരാർ ചെയ്തതിലൂടെ പ്രവചനത്തിന്റെ ആ ആദ്യ ഭാഗം നിറവേറുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എന്നാൽ കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഒരു ഉടമ്പടി ചെയ്യുമെന്നും പ്രവചനം പറയുന്നു. ബൈബിളിന്റെ മൂലഭാഷയായ ഹീബ്രുവിൽ ആ വാക്കിന് ഗബാർ എന്നാണ് പറയുന്നത്. ഇതിൽ നിർണായകമായ കാര്യം ഇതാണ്: ഗബാർ എന്ന് പറഞ്ഞ ഒരു പുതിയ ഉടമ്പടി ചെയ്യുമെന്നല്ല. അതിന്റെ അർത്ഥം നേരത്തെ ഉണ്ടായിരുന്ന ആ ഉടമ്പടി എടുത്ത് അതിനെ ഉറപ്പിക്കുമെന്നാണ്. ഇവിടെയാണ് കൂടുതൽ രസകരമാകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കരാർ എന്തോ പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. വർഷങ്ങളായിട്ട് നീണ്ടു നിന്ന ചർച്ചകളുടെ ഫലമാണ് നാം ഇന്ന് കാണുന്ന ഈ ഉടമ്പടി. 2020 അബ്രഹാം അക്കോർഡ് എന്നറിയപ്പെടുന്ന ഉടമ്പടിയിലാണ് ഈ ചർച്ച ആരംഭിച്ചത്. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണ സമയത്ത് മുന്നോട്ട് വെച്ച ഉടമ്പടിയുടെ ഒരു പരമ്പരയായിരുന്നു ഇത്. പല അറബ് രാജ്യങ്ങളുമായി നയതന്ത്രപരവും സമാധാനപരവുമായ ബന്ധം സ്ഥാപിക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. ഒരു സമയത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അത്. ഇത് ശരിക്കും പറഞ്ഞാൽ വെറും ഒരു രാഷ്ട്രീയ ഉടമ്പടി മാത്രമല്ല, അതൊരു മതപരമായ ഉടമ്പടി കൂടിയായിരുന്നു. അബ്രഹാമിക് ഫാമിലി ഹൗസ് എന്ന സ്ഥലം നിർമ്മിച്ചതാണ് ഇതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ്. ഐക്യത്തിന്റെ പ്രതീകമായിട്ട് അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പള്ളിയും ജൂതന്മാർക്ക് വേണ്ടി ഒരു സിനഗോഗും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു പള്ളിയും അടുത്തടുത്തായിട്ട് നിർമ്മിച്ചു. വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണിത്. ഇതെല്ലാം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഒരൊറ്റ കോമ്പൗണ്ടിനകത്തുള്ളതാണ്. യഹൂദ മതം, ക്രിസ്തു മതം, ഇസ്ലാം ഇതെല്ലാം അബ്രഹാമിന്റെ സന്തതികളിൽ നിന്ന് ഉത്ഭവിച്ചതായതുകൊണ്ട് അവരുടെ പൊതുവായ ആ ഒത്തുചേരലിനെ ആംഗ്യത്തിലൂടെ പ്രതിഫലിക്കുന്നതാണിത്. അങ്ങനെ പുതിയ സമാധാന ഉടമ്പടിയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ നേരത്തെ തന്നെ ഈ കരാറുകൾ ഉണ്ടാക്കിയ ചർച്ചകളിൽ ഭാഗമായിരുന്നു. ഗബ്ബാർ അല്ലെങ്കിൽ ഉടമ്പടിയെ ഉറപ്പിക്കുക എന്നതിനെയാണ് പ്രവചനം സൂചിപ്പിക്കുന്നത്. ഇതാണ് പ്രവചനത്തിന്റെ ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം പറയുന്നത് പകുതിയിൽ വെച്ച് അവൻ യാഗം നിർത്തലാക്കും എന്നതാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു യാഗം നിർത്തണമെങ്കിൽ ആദ്യം ആ യാഗം നടത്തുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കണമെന്നത് അത്യാവശ്യമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യെരുശലേമിൽ ഒരു ദൈവാലയം ഉണ്ടായിരിക്കണം. പക്ഷേ ഏകദേശം 2000 വർഷങ്ങളായിട്ട് ഇസ്രായേലിൽ ജൂത ദൈവാലയം ഇല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ഇസ്രായേൽ മൂന്നാം ദൈവാലയം പണിയാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട്. പക്ഷേ പല പ്രശ്നങ്ങൾ കാരണം ഇതുവരെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. യെരുശലേമിന്റെ അധികാരം ഇസ്രായേലിനാണെങ്കിലും അതിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ അവരുടെ അധികാരത്തിന്റെ കീഴിലല്ല. ഉദാഹരണത്തിന് പുതിയ ദൈവാലയം പണിയേണ്ട സ്ഥലമായ ടെമ്പിൾ മൗണ്ട് ജോർദാൻ രാജ്യമാണ് നിയന്ത്രിക്കുന്നത്. അതായത് ഇസ്രായേലിന് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഞെട്ടിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, MBS എന്നറിയപ്പെടുന്ന ശക്തനായ നേതാവായ സൗദി കിരീടാവകാശി അറബ് രാജ്യങ്ങൾ ദൈവാലയം പണിയാനുള്ള കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ള സൂചന നൽകിയിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഒരൊറ്റ കാര്യം അവർ ചോദിക്കുന്നുള്ളൂ: അവരുടെ ചുറ്റിനുമുള്ള രാജ്യങ്ങൾക്ക് സമാധാനവും പാലസ്തീൻ ജനതയ്ക്കുള്ള പരിഹാരവും നൽകണം എന്നതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിൽ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇസ്രായേലിന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പച്ചക്കൊടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ മൂന്നാമത്തെ ദൈവാലയം അവിടെ നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ സംഭവിച്ചാൽ ദാനിയേൽ പ്രവചനത്തിന്റെ രണ്ടാം ഭാഗം നിറവേറാൻ തുടങ്ങും. എന്ന് ശ്രദ്ധിക്കുക, ഈ പ്രവചനത്തിൽ ഇനിയും കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് അതിശയിപ്പിക്കുന്നതാണ്. അവൻ ഒരാഴ്ചത്തേക്ക് പലരുമായും ഒരു ഉടമ്പടി ചെയ്യും എന്ന് പറയുന്നു. ഈ വാക്യത്തിൽ ഒരാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. ബൈബിൾ പ്രവചനത്തിൽ അത് 7 ദിവസത്തെക്കുറിച്ചല്ല പറയുന്നത്. ആ ആഴ്ചയിലെ ഓരോ ദിവസവും ഒരു വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ബൈബിൾ ഒരാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ അത് 7 വർഷത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്.
ഈ സമാധാന ഉടമ്പടി 7 വർഷം നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നാം കണ്ടതുപോലെ ആഴ്ചയുടെ പകുതിയാകുമ്പോൾ, അതായത് 3.5 വർഷത്തിനു ശേഷം ഉടമ്പടി ഉറപ്പിച്ച ആ നേതാവ് തന്നെ ആ വാഗ്ദത്തം ലംഘിക്കും. അങ്ങനെ ദൈവാലയത്തിൽ ചെയ്യുന്ന യാഗങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പ്രവചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് എന്ത് സംഭവിക്കും? ആ 7 വർഷത്തിന്റെ പകുതിക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിനുശേഷം ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രവചനം പറയുന്നു. ദാനിയേൽ പ്രവചനത്തിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന അന്ത്യം അദ്ദേഹത്തിന്റെ മേൽ വർഷിക്കുന്നതുവരെ എല്ലാറ്റിനെയും ഉന്മൂലനം ചെയ്യുന്ന മ്ലേച്ഛത ദൈവാലയത്തിൽ അദ്ദേഹം സ്ഥാപിക്കും. ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണെന്ന് തോന്നാം, പക്ഷേ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അതിന്റെ അർത്ഥം ഇതാണ്: സമാധാന ഉടമ്പടി നശിപ്പിച്ചതിന് ശേഷം ഈ നേതാവ് യഹൂദ ദൈവാലയത്തിൽ ചെന്നിട്ട് ഞെട്ടിക്കുന്ന ഒരു കാര്യം ചെയ്യും. അതായത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യും. അങ്ങനെ അവന്റെ യഥാർത്ഥ ഗുണം കാണിക്കും. അവനാണ് എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു. അതിനുശേഷം മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ 3.5 വർഷം ആരംഭിക്കും. ബൈബിൾ അതിനെ മഹാകഷ്ടകാലം അല്ലെങ്കിൽ വലിയ പീഡകൾ സംഭവിക്കുന്ന കാലം എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രവചനവുമായി ബന്ധപ്പെട്ട് ഒരു കൗതുകകരമായ കാര്യം ഇതാണ്: വെളിപ്പാട് പുസ്തകം ഈ നേതാവ് അമ്പുകളില്ലാതെ കയ്യിൽ വില്ലുമായിട്ട് ഒരു വെള്ളക്കുതിര പുറത്ത് അധികാരത്തിലേക്ക് ഉയർന്നു വരും എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ യുദ്ധം ചെയ്തല്ല, മറിച്ച് വ്യാജ സമാധാനം ചെയ്ത് ലോകത്തെ കീഴടക്കുമെന്നാണ്. അവൻ ലോകത്തിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി എന്തും ചെയ്യും. അങ്ങനെ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ അവനെ ഒരു രക്ഷകനായിട്ട് അംഗീകരിക്കും. അതുകൊണ്ടാണ് ലോക നേതാക്കൾ ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സമാധാനത്തെക്കുറിച്ചോ ചരിത്രപരമായ ഉടമ്പടിയെക്കുറിച്ചോ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് പ്രവചനങ്ങൾ ശോഭിക്കാൻ തുടങ്ങുന്നത്. അതെന്തോ സമാധാനം മോശമായതുകൊണ്ടല്ല, മറിച്ച് ആഗോളതലത്തിൽ ഉണ്ടാകുന്ന ഈ വ്യാജ സമാധാനം ഈ വഞ്ചകന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരും എന്നതുകൊണ്ടും അത് അന്തിമ നാശത്തിനു മുമ്പുള്ള അടയാളമാണ് എന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നതുകൊണ്ടുമാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.